ഇപ്പോൾ ഒരു തട്ടിപ്പിൻ്റെ വാർത്ത. ഞാനിങ്ങനെ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് കാറിൽ വരുമ്പോഴാണ് എനിക്ക് ഒരു വാട്സപ്പിലൊരു സന്ദേശം കിട്ടിയത്. ഈ സന്ദേശം അയച്ചിരിക്കുന്ന ആൾ കേരള കോൺഗ്രസിൻ്റെ ജോസഫ് ഭാഗം നേതാവ്. അദ്ദേഹം നിങ്ങൾക്കറിയുന്ന പോലെ മുൻ മന്ത്രിയൊക്കെ ആയിരുന്നു. PC തോമസിൻ്റെ പേരിലാണ് ഒരു വാട്സപ്പ് സന്ദേശം. അദ്ദേഹത്തിൻ്റെ വാട്സപ്പിൽ പറയുന്നത് അത്യാവശ്യമുണ്ട്, ഒരു 40,000 രൂപ ഒരാൾക്ക് അയച്ചു കൊടുക്കണം. എൻ്റെ ബാങ്ക് ഓപ്പറേഷൻ ശരിയല്ല, അതുകൊണ്ട് 40,000 രൂപ അയച്ചു കൊടുക്കണം. അപ്പോൾ PC ജോർജിന് എന്തിനാണാവോ ഈ പണത്തിന് അത്യാവശ്യം എന്ന് കരുതി ഞാൻ ഒരു മെസ്സേജ് അയച്ചു. PC തോമസിന് മെസ്സേജ് അയച്ചു, മറുപടിയില്ല. ഞാനത് സന്ദേശം അയച്ചു. അവസാനം അദ്ദേഹത്തെ ഞാൻ ഫോണിൽ വിളിച്ചു. അപ്പോഴാണ് വാട്സപ്പ് ഹാക്ക് ചെയ്തിട്ടുള്ളൊരു തട്ടിപ്പാണ്. പലവർക്കും ഈ നാട്ടിലെ പല ആളുകൾക്കും PC തോമസിന് പൈസ ആവശ്യമുണ്ട്, 40,000 രൂപ ആവശ്യമുണ്ടെന്നുള്ള രീതിയിൽ ഈ മെസ്സേജുകൾ പോയിട്ടുള്ളത്. നിരവധി പേർക്ക് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് പണം ചോദിച്ച് മെസ്സേജ് പോയി എന്നാണ് PC തോമസ് പറഞ്ഞത്. അദ്ദേഹം സൈബർ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ PC തോമസ് ടെലിഫോൺ ലൈനിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ നിലമ്പൂരിലാണ് PC തോമസ് ഉള്ളത്. വിപിൻ സി വിജയൻ ആദ്യം ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയിരുന്നു. കുറേ ആളുകൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. എനിക്ക് അബദ്ധം പറ്റിയില്ല. ചില ആളുകൾക്ക് ഇനി അബദ്ധം പറ്റാനുള്ള സാധ്യത കാണുന്നതുകൊണ്ടാണ് ഇതൊരു വാർത്തയായി നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പണം അയച്ചില്ല കേട്ടോ. എൻ്റെ വാട്സപ്പ് സന്ദേശമാണ് സ്ക്രീനിൽ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. എൻ്റെ വാട്സപ്പിലേക്ക് വന്ന സന്ദേശമാണ്. വിപിൻ സി വിജയൻ നിലമ്പൂരിൽ നിന്ന് ചേരുന്നു. വിപിൻ സി വിജയൻ പറയൂ. ഇപ്പോൾ മന്ത്രിയും MP ഒക്കെ ആയിരുന്ന PC തോമസിനും ഈ സൈബർ തട്ടിപ്പിന് ഒരു ഇരയായിരിക്കുകയാണ്. സൈബർ തട്ടിപ്പിന് നമുക്കറിയാം സംസ്ഥാനത്ത് ഒരു കുറവുമില്ല. ഓരോ ദിവസവും നിരവധി ആളുകൾ. ഒരു സെക്കൻഡ്, ഇപ്പോൾ PC തോമസ് ടെലിഫോൺ ലൈനിൽ ചേർന്നു. പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഞാൻ താങ്കളോട് സംസാരിച്ചാൽ ഓർമ്മിക്കുന്നുണ്ടല്ലോ. PC തോമസ്, യഥാർത്ഥത്തിൽ ആർക്കെങ്കിലും താങ്കളുടെ ഈ വാട്സപ്പ് സംഭവം ഹാക്ക് ചെയ്തിട്ട് ആർക്കെങ്കിലും പണം പോയതായി വിവരം കിട്ടിയിട്ടുണ്ടോ? സത്യത്തിൽ ഒരാൾ മാത്രമാണ് ഇച്ചിരി തമാശയായിട്ട് പറഞ്ഞാന്ന് എനിക്ക് തോന്നുന്നു. ഒരു സുഹൃത്തിനോട് പറഞ്ഞു ഞാൻ 1000 രൂപ അയച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ വെച്ചു അങ്ങനെ അയക്കുമോ 1000 രൂപയായിട്ട്? അന്നേരം പുള്ളി പറഞ്ഞു അല്ല, ഏതായാലും നിങ്ങൾ അയച്ചതല്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പം അത് തമാശയായിട്ട് പറഞ്ഞേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പൊ ആരും തന്നെ അയച്ചതായിട്ട് ഇതുവരെ അറിയത്തില്ലെങ്കിലും അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ പോലീസിലെ സൈബർ സെല്ലിൽ വിളിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത് വലിയൊരു തട്ടിപ്പാണ്. ഇത് ആർക്കും എന്നും ഈ ഉപദ്രവം വന്നുകൂടായില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒട്ടും അറിയാത്ത ഒരു കാര്യം, ഞാൻ അയച്ചതായിട്ട് ഒരു മെസ്സേജ് പലർക്കും കിട്ടി. എന്തെങ്കിലും കാരണവശാൽ ആരെങ്കിലും അത് കേട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്തെങ്കിൽ, പോസിറ്റീവായിട്ട് കൊടുത്തെങ്കിൽ അത് ഏറ്റവും വലിയൊരു അപകടമാണ്. അതുകൊണ്ട് ഇത് ഇനി ഒരാൾക്കും പറ്റാതിരിക്കാൻ വേണ്ടി നിർബന്ധമായിട്ട് പിടിക്കണം എന്ന് പറഞ്ഞ് ഞാൻ സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർ ഫോണിൽ സംസാരിച്ചു. അവരെന്തെങ്കിലും മാക്സിമം ചെയ്തോളാം എന്ന് പറഞ്ഞു. അവർ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അല്ല, ആദ്യം PC തോമസ്, ഞാൻ ഈ സന്ദേശം വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി PC തോമസ് വല്ലാത്ത കഷ്ടത്തിലായോ, ഈ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എവിടെയെങ്കിലും ചെന്ന് പെട്ടുപോയോ എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ താങ്കൾക്ക് സന്ദേശം വയ്ക്കാൻ തീരുമാനിച്ചത്. മാത്രമല്ല, ഇതിൻ്റെ ഒരു തന്ത്രം ഞാനൊരു IT എക്സ്പെർട്ടിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് .api ഓർ .apk എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷനിൽ വരുന്ന ഫയലുകൾ നമ്മൾ കുത്തിയാലാണ് ഈ പ്രശ്നം ഉണ്ടാകുക. കാരണം അതിനകത്ത് ചിലപ്പം വിവാഹ മാരേജ് ഇൻവിറ്റേഷൻ അങ്ങനെയൊക്കെ ആയിരിക്കും. ഈ കുത്തിക്കഴിഞ്ഞാൽ ഇത് ഇവരുമായിട്ട് നമ്മൾ ലിങ്ക് സ്ഥാപിച്ചു കഴിഞ്ഞു. ഇൻ്റർനെറ്റിൽ വരുന്ന ഒരു അപകടത്തിൻ്റെ സാധ്യതയായിട്ടാണ് ഇത് കാണുന്നത്. അങ്ങനെ ഹാക്ക് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ അവരിങ്ങനെ പൈസ ചോദിക്കും. നിങ്ങളുള്ള ബഹുമാനം കൊണ്ട് പലരും പൈസ അയക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും PC തോമസ്, താങ്കൾ ഈ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്ത് നന്നായി. ഇതിൽ ഇതുവരെ ആരും പെട്ടുപോയിട്ടില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. ഇനി PC തോമസിൻ്റെ പേരിൽ എന്തെങ്കിലും പരാതി ഇങ്ങനെ പണം ആവശ്യപ്പെട്ട് വരുന്നെങ്കിൽ അത് തട്ടിപ്പാണ് എന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. PC തോമസിന് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ഒരു 10-200 പേരുടെ കോളെങ്കിലും വന്നു ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞത്. ഇപ്പൊ ഞാൻ അവസാനമൊക്കെ ഈ പരാതി തയ്യാറാക്കി കൊടുക്കുന്ന തിരക്കിലായതുകൊണ്ട് ഫോൺ കിട്ടുമ്പോഴേ ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി, ഒരു മെസ്സേജ് വാട്സാപ്പിൽ കിട്ടിയതാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും കള്ളമാണ്, ഞാൻ അതിനെതിരായിട്ട് പരാതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു താങ്കൾ ഒരു ഓഡിയോ അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന നല്ല കാര്യം. എല്ലാവരോടും താങ്കൾക്ക് ഇത് തന്നെ പറയേണ്ടി വരുമല്ലോ. അപ്പോൾ ഇതൊരു കൃത്യം ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്ത് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് വിട്ടു കൊടുക്കുക. ആരെങ്കിലും വിളിച്ചാലോ, അതായിരിക്കും എളുപ്പം വഴിയും. അതും ശരിയാ. കാരണം ഇത് ഇത്രയും ഭയങ്കരമായിട്ടുള്ള കളിപ്പീര. ഇത് ആളുകളെ പറ്റിക്കാനായിട്ട് ഇതുപോലെ നിരന്തരം ചെയ്യുന്ന പരിശ്രമങ്ങളും നടക്കുന്നുണ്ടാവുകയും. അപ്പൊ അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് എടുത്ത് ഇത് കണ്ടുപിടിക്കണമെന്ന് മാത്രമല്ല, ഇതിനെതിരായിട്ട് ഉള്ള നടപടി വ്യക്തമായിട്ടും ഉണ്ടാവുകയും ആളുകൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യണം. എന്നാൽ മാത്രമേ കാര്യങ്ങൾ ഇതിനകത്ത് ഒരു നിയമപരമായിട്ട് കാര്യങ്ങൾ നീങ്ങി എന്ന് നമുക്ക് വിശ്വസിക്കത്തുള്ളൂ.
ഓക്കെ, അതുകൊണ്ട് താങ്ക് യു ഞാൻ പി സി തോമസ്, താങ്ക് യു. ഇനി കൂടുതൽ ആൾക്കാർ നമ്മൾ പലപ്പോഴും ഇന്റർനെറ്റിന്റെ തട്ടിപ്പിന് ഏറ്റവും കൂടുതൽ മലയാളികൾ വിധേയമാകുന്ന ഒരു കാലത്താണ് ഈ തട്ടിപ്പിന്റെ വാർത്ത നിങ്ങളിലേക്ക് വരുന്നത്. പി സി തോമസിന്റെ പേരിൽ ഒരു ഫേവർ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാൾക്ക് 40,000 രൂപ അയച്ചു കൊടുക്കണമെന്ന് വന്നാൽ പിന്നീട് ബാങ്ക് ഡീറ്റെയിൽസ് അയച്ചു തരും. നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള മെസ്സേജുകൾക്ക് റിപ്ലൈ ചെയ്യരുത്. ഞാൻ ഇവന്മാരെ ഒന്ന് പൂട്ടാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ഒരു ശ്രമം നടത്തി നോക്കി. പക്ഷേ എന്നെക്കാളും ബുദ്ധിമാന്മാരാണ് അവരെന്നുള്ളത് കൊണ്ട് അവർ തലം വിട്ട് കളഞ്ഞു. അതിൽ ഇടയ്ക്കിടയ്ക്ക് ഈ കക്ഷി ഓൺലൈൻ വരുന്നത് കൊണ്ട് ഈ അപകടകാരി മതിലിൻ്റെ അപ്പുറത്ത് നിൽപ്പുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് പിടികിട്ടുന്നില്ല, എൻ്റെ കൈ വഴുതി പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ഒരു കാര്യം ചെയ്യാം, നമ്മളിനി പൈസ കൊടുക്കില്ല എന്ന് തീരുമാനിക്കുക. ഇൻ്റർനെറ്റ് തട്ടിപ്പിന് നമ്മൾ വിധേയരാകരുത്.